കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ അവിടെ ജോലി ചെയ്യുന്നവരുമായ പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാനഡയിലെ ഇമിഗ്രേഷൻ വിഭാഗമായ IRCC തങ്ങളുടെ വർക്ക് ഓതറൈസേഷൻ നിയമങ്ങളിൽ നിർണായകമായ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. വിദേശ തൊഴിലാളികൾക്ക് കാനഡയിൽ തുടരാനും ജോലി ചെയ്യാനുമുള്ള അനുമതി പത്രങ്ങളുടെ കാലാവധി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ പുതിയ മാറ്റം? ഇത് ആർക്കൊക്കെ ഗുണകരമാകും? ഇതിന് പിന്നിൽ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. കാനഡയിൽ നിലവിൽ വർക്ക് പെർമിറ്റ് ഉള്ള വിദേശികൾ തങ്ങളുടെ പെർമിറ്റ് കാലാവധി തീരുന്നതിന് മുൻപായി പുതുക്കാൻ അപേക്ഷ നൽകാറുണ്ട്. ഇത്തരം അപേക്ഷകർക്ക് അവരുടെ പഴയ പെർമിറ്റ് കാലാവധി കഴിഞ്ഞാലും പുതിയ തീരുമാനം വരുന്നത് വരെ കാനഡയിൽ നിയമപരമായി ജോലി ചെയ്യാൻ അവകാശമുണ്ട്. ഇതിനെയാണ് മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ കാലയളവിൽ തങ്ങൾ കാനഡയിൽ ജോലി ചെയ്യാൻ യോഗ്യരാണെന്ന് തൊഴിലുടമയെ ബോധ്യപ്പെടുത്താൻ IRCC ഒരു കത്ത് നൽകാറുണ്ട്. ഇതിനെ VPEXT ലെറ്റർ എന്ന് വിളിക്കുന്നു. ഇതുവരെ ഈ കത്തിന്റെ കാലാവധി വെറും 180 ദിവസമായിരുന്നു. അതായത് 6 മാസത്തിനുള്ളിൽ ഇമിഗ്രേഷൻ വിഭാഗം പുതിയ പെർമിറ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ തൊഴിലാളികൾക്ക് വീണ്ടും കത്തിനായി അപേക്ഷിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ഈ കത്തിന്റെ കാലാവധി 365 ദിവസമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാനഡയിലെ ഇമിഗ്രേഷൻ അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രോസസ്സിംഗ് സമയത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. പലപ്പോഴും 180 ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് പുതുക്കി ലഭിക്കാത്ത സാഹചര്യവും പലർക്കും ഉണ്ടായിരുന്നു. 180 ദിവസത്തെ കാലാവധി കഴിയുന്നതോടെ തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റ് അസാധുവായെന്ന് കരുതി പല തൊഴിലുടമകളും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യവുമുണ്ട്. കാലാവധി കഴിയുന്ന മുറയ്ക്ക് വീണ്ടും കത്തുകൾ ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് അപേക്ഷകനാണ് IRCCയെ സമീപിച്ചിരുന്നത്. ഇത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയാണ്. പല കാറ്റഗറികളും പ്രോസസ്സിംഗ് സമയം 6 മാസത്തിലധികം നീളുന്നത് പതിവായതോടെയാണ് 365 ദിവസത്തേക്ക് ഈ കാലാവധി നീട്ടാൻ സർക്കാർ തീരുമാനിച്ചത്. കാനഡയിലെ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് ഒരു വിദേശ പൗരൻ തന്റെ പക്കലുള്ള വർക്ക് പെർമിറ്റ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി അത് പുതുക്കാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് മാറ്റാനോ അപേക്ഷിച്ചാൽ ആ അപേക്ഷയിൽ തീരുമാനം വരുന്നത് വരെ പഴയ നിബന്ധനകളോടെ കാനഡയിൽ തുടരാനും ജോലി ചെയ്യാനും സാധിക്കും. നിലവിലെ പെർമിറ്റ് തീരുന്നതിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, അപേക്ഷ കാലയളവിൽ കാനഡയിൽ തന്നെ തുടരണം. പഴയ പെർമിറ്റിലെ അതേ നിബന്ധനകളോടെ വേണം ജോലി ചെയ്യാൻ. ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എന്ന് നോക്കാം. എംപ്ലോയർ സ്പെസിഫിക് വർക്ക് പെർമിറ്റ് ഉള്ളവർ, അതായത് ഒരു പ്രത്യേക കമ്പനിയിൽ മാത്രം ജോലി ചെയ്യാൻ അനുമതിയുള്ളവർക്ക് ആ കമ്പനിയിൽ തന്നെ ജോലി തുടരാൻ ഇത് സഹായിക്കും. 2. ഓപ്പൺ വർക്ക് പെർമിറ്റ് അപേക്ഷകർ. വർക്ക് പെർമിറ്റ് പുതുക്കാൻ നൽകിയവർക്ക് പുതിയ പെർമിറ്റ് വരുന്നത് വരെ തടസ്സമില്ലാതെ ഏത് കമ്പനിയിലും ജോലി ചെയ്യാം. 3. ബ്രിഡ്ജിംഗ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപേക്ഷകർ, അതായത് സ്ഥിരതാമസത്തിന് അപേക്ഷ നൽകി വർക്ക് പെർമിറ്റ് നീട്ടാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്ക് ഈ 365 ദിവസത്തെ കാലാവധി ബാധകമല്ല. അവരുടെ VPEXT കത്തുകൾ ഇപ്പോഴും 180 ദിവസത്തെ കാലാവധിയാണ് നൽകുന്നത്. എങ്കിലും നിയമപരമായി അവർക്കും തീരുമാനം വരുന്നതുവരെ ജോലിയിൽ തുടരാൻ സാധിക്കും. മെയിൻറ്റെയിൻ സ്റ്റാറ്റസിൽ ഇരിക്കുമ്പോൾ കാനഡയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് അല്പം സങ്കീർണമാണ്. നിങ്ങൾ കാനഡ വിട്ടുപോയാൽ നിങ്ങളുടെ മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തിരികെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധുവായ വിസ അല്ലെങ്കിൽ ഒരു ETA ഉണ്ടായിരിക്കണം. ഒരു വിസിറ്റർ ആയിട്ടായിരിക്കും മിക്കവാറും നിങ്ങളെ പ്രവേശിപ്പിക്കുക. അങ്ങനെയെങ്കിൽ പുതിയ വർക്ക് പെർമിറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ പുതിയ പെർമിറ്റ് ലഭിക്കുന്നത് വരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ കാനഡയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. ഈ പുതിയ 365 ദിവസത്തെ കത്ത് വെറും ഒരു രേഖ മാത്രമല്ല, അത് തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒന്നുകൂടിയാണ്. 180 ദിവസത്തിന് പകരം 1 വർഷത്തെ കാലാവധി കാണുമ്പോൾ തൊഴിലുടമകൾക്ക് തൊഴിലാളിയെ നിയമപരമായ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കും. കാനഡയിലെ പല പ്രവിശ്യകളിലും ഹെൽത്ത് ഇൻഷുറൻസ് പുതുക്കാൻ സാധുവായ വർക്ക് പെർമിറ്റ് വേണം. ഈ പുതിയ കത്ത് ഉപയോഗിച്ച് പ്രൊവിൻഷ്യൽ ഹെൽത്ത് കാർഡുകൾ എളുപ്പത്തിൽ പുതുക്കാനും സാധിക്കും. ലോണുകൾക്കോ മറ്റ് ബാങ്കിംഗ് ആവശ്യങ്ങൾക്കോ ഈ കത്ത് ഔദ്യോഗിക രേഖയായും സമർപ്പിക്കാം. നിങ്ങൾ നിലവിൽ വർക്ക് പെർമിറ്റ് പുതുക്കാൻ അപേക്ഷ നൽകിയ വ്യക്തിയാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച ഉടൻ ലഭിക്കുന്ന അക്നോളജ്മെന്റ് ഓഫ് റിസീപ്റ്റ് കയ്യിൽ കരുതുക. നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടിൽ വരുന്ന ഈ കത്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. ഇതിൽ പുതിയ 165 ദിവസത്തെ കാലാവധി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ സ്റ്റാറ്റസിനെ കുറിച്ച് തൊഴിലുടമയ്ക്ക് വ്യക്തമായി വിവരം നൽകണം. പുതിയ നിയമമാറ്റം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ IRCC വെബ്സൈറ്റിലെ ലിങ്കും ഉപയോഗിക്കാം. ഈ നിയമമാറ്റത്തോടൊപ്പം IRCC മറ്റു ചില കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒരാൾ തന്നെ ഒന്നിലധികം വർക്ക് പെർമിറ്റുകൾക്ക് അപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യ അപേക്ഷ കാലാവധി തീരുന്നതിന് മുൻപ് നൽകിയതാണെങ്കിൽ മാത്രമേ മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് ലഭിക്കുകയുള്ളൂ. കാലാവധി കഴിഞ്ഞ ശേഷം അപേക്ഷിക്കുന്നവർക്ക് ജോലി ചെയ്യാൻ അനുമതി ഉണ്ടായിരിക്കില്ല. അവർക്ക് 90 ദിവസത്തിനുള്ളിൽ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കാൻ അപേക്ഷിക്കാം. പക്ഷെ തീരുമാനം വരുന്നത് വരെ ജോലി ചെയ്യാൻ പാടില്ല. കാനഡയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് ഓതറൈസേഷൻ കത്തുകളുടെ കാലാവധി വർദ്ധിപ്പിച്ചത് 10,000-കണക്കിന് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഇത് തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വം കുറയ്ക്കാനും തൊഴിലാളികൾക്ക് സമാധാനമായി ജോലി ചെയ്യാനും സഹായിക്കും.
എങ്കിലും നിങ്ങളുടെ പെർമിറ്റ് കാലാവധി കഴിയുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പുതുക്കാനുള്ള നടപടികൾ തുടങ്ങുന്നത് എപ്പോഴും ബുദ്ധിപരമായിരിക്കും.